അഗ്നിരക്ഷാ സേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും സമാനതകൾ ഇല്ലാത്തതുമായ പ്രവർത്തനമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നടന്നുവരുന്നതെന്ന് മന്ത്രി പി രാജീവ്. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഫയർ യൂണിറ്റുകളിലെ 300ഓളം അഗ്നിരക്ഷാ പ്രവർത്തകർ പുക അണയ്ക്കുന്നതിനുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ്. 80% പ്രദേശത്തെ പുകയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരായ പി രാജീവ്, എം ബി രാജേഷ്, MLA PV ശ്രീനിജൻ, കൊച്ചി മേയർ M അനിൽകുമാർ, കളക്ടർ NSK ഉമേഷ് എന്നിവർ ഇന്ന് ബ്രഹ്മപുരം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ ഏകോപിപ്പിച്ചിട്ടുണ്ടെന്ന് പി രാജീവ് പ്രതികരിച്ചു. 24 മണിക്കൂറും 2 ഷിഫ്റ്റിലായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമായെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് പുക ഉയരുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഭാവിയിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം ഒരു 80% നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ഏകോപിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് കോർപ്പറേഷൻ, ജില്ലാ ഭരണ സംവിധാനം, അതുപോലെ തന്നെ മറ്റ് വകുപ്പുകൾ, ഏറ്റവും പ്രധാനം ഫയർഫോഴ്സ്, ഇവരെല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ സംഭവിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീ അണച്ചു എന്ന് കരുതുമ്പോൾ താഴോട്ട് JCB ഒക്കെ ഉപയോഗിച്ച് പ്രൊപ്പലിനൊക്കെ ഉപയോഗിച്ച് പോകുമ്പോഴായിരിക്കും 5 മീറ്റർ 6 മീറ്റർ അടിയിലും തീയുണ്ട്. ഇപ്പോൾ താഴേന്ന് എടുത്ത് ഈ കനൽ പുറത്തേക്കിട്ട് വെള്ളം ഒഴിക്കുക ചെയ്യുന്നത്. കൊച്ചി ബ്രഹ്മപുരത്ത് പുക അണയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ രാത്രിയും സജീവമാക്കിയിരിക്കുകയാണ്. പുതിയ ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അഗ്നിശമന സേനയുടെ 200 അംഗങ്ങളാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. 26 എക്സ്കവേറ്ററുകളും 8 JCBകളുമാണ് ബ്രഹ്മപുരത്ത് മാലിന്യം കുഴിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്നുമുണ്ട്. നേവിയുടെ 19 ജീവനക്കാരും ആരോഗ്യ വകുപ്പിൽ നിന്ന് 6 പേരും സേവന രംഗത്തുണ്ട്. 3 ആംബുലൻസുകളും ക്യാമ്പ് ചെയ്യുന്നു. 23 ഫയർ ടെൻഡറുകളും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ എക്സ്കവേറ്ററുകളും രാത്രി മുഴുവൻ പ്രവർത്തന സജ്ജമാക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സബ് കളക്ടർ P വിഷ്ണുരാജും ഡെപ്യൂട്ടി കളക്ടർ അനിൽകുമാറും ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.